ആർട്ടും കംപ്ലീറ്റ് അല്ല, ഇംപെർഫെക്ഷൻ ഈസ് ദ പെർഫെക്ഷൻ എന്ന സംഭവമുണ്ട്. ഇതൊരു വചനമാണ്. ഇത് മതിലേൽ എഴുതാവുന്ന വചനമാണ്. 110 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ വരുന്നത്. അതായത് 263 വിടുത്തും 354 ലെങ്ത്തും അല്ലേ. ഇപ്പൊ നിഖിലിനെ വെച്ച് പ്ലാൻ ചെയ്യണതിന് മുമ്പ് വേറെ ആളെ വെച്ച്, നിഖിൽ വരുന്നതിന് മുമ്പ് പുറത്തുനിന്ന് വേറെ ആളെ വെച്ച് ചെയ്യിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയതായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു സാധനം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ മൈൻഡിൽ ഇമാജിൻ ചെയ്യില്ലേ, ആ ഒരു സാധനം തന്നെ അതിന്റെ ആ എക്സാക്ട് സാധനം എനിക്ക് കിട്ടി. സ്കെച്ച് ചെയ്ത് വന്നപ്പോ ഇതിന് ഗ്രിഡ് ഇടാനാണ് കൂടുതൽ ടൈം എടുത്തത്. പിന്നെ സ്കെച്ച് ഇടാനും പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ പരിപാടി തീർത്ത്. അതുകൊണ്ട് ഇന്ന് ഈ ഒരു 18 മണിക്കൂർ കൊണ്ട് നമ്മൾ തീർത്ത്. ഹായ്, ഇന്ന് നമ്മൾ ഓഫീസിൽ ഈ ഒരു വാൾ പെയിന്റ് ചെയ്യാൻ പോവാണ്. എടാ ഇപ്പൊ AI വന്നല്ല, അപ്പൊ എൻ്റെ എന്താ പറയാ, ഇപ്പൊ എല്ലാം ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒറിജിനൽ ആർട്ടല്ല, ഡിജിറ്റൽ ആർട്ട്. അപ്പോൾ എനിക്ക് പേടിയുണ്ടോ എൻ്റെ പണി അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് എന്നുള്ള എൻ്റെ ഒരു റോള് പോകുന്ന എനിക്ക് പേടിയുണ്ടോ? ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞത് ഒരു ഡിസൈനർ ഒരു പ്രോംപ്റ്റ് അടിക്കണം എന്നുണ്ടെങ്കിലും അത് ഡിസൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എന്താ നമുക്ക് വേണ്ട സാധനം എന്താണെന്നുള്ളത് ChatGPT പറഞ്ഞു കൊടുത്താലല്ലേ ആ സാധനം നമുക്ക് കിട്ടുള്ളൂ. AI ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ മൈൻഡിൽ നിന്നല്ലേ ക്രിയേറ്റിവിറ്റി വരിക. നമ്മളൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചിട്ട് വേണ്ട അതൊക്കെ ചെയ്യാൻ. രാവിലെ എത്ര മണിക്ക് നമ്മൾ തുടങ്ങിയത്? ഒരു 11 മണിയായി കറക്റ്റ് 11 മണിക്ക്. കറക്റ്റ് 11 മണിയായപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന്. പിന്നെ ഓരോരുത്തരെ വന്നു, അടിപൊളിയായിരുന്നു സംഭവം. കറക്റ്റ് ഏകദേശം ഒരു 18 മണിക്കൂറോളായില്ലേ വരക്കുണ്ട്. ഈ വരക്കുമ്പോ എന്താ ഞാൻ മനസ്സിലാക്കിയത്, ഭയങ്കര പേഷ്യൻസ് വേണം. അതായത് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് കുറെ നേരം ചെയ്യാൻ കഴിയില്ല. ഇത്ര ടൈമൊന്നും നമുക്ക് പാഷൻ ഇല്ലാതെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നമ്മള് വരച്ചപ്പോ കണ്ടില്ലേ, തെറ്റിക്കഴിഞ്ഞാല് അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതും ആ ഒരു ഐഡിയ വേണം. അല്ലെങ്കിൽ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകും. വർഷം അടിപൊളി. നമ്മള് എക്സ്പെക്ട് ചെയ്തതിന്റെ അപ്പുറത്താ, എത്രയോ അപ്പുറത്താ. ഭയങ്കര രസമുണ്ട്. മിനിമൽ അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ആർട്ടും കംപ്ലീറ്റ് അല്ല, ഇംപെർഫെക്ഷൻ ഈസ് ദ പെർഫെക്ഷൻ എന്ന സംഭവമുണ്ട്. ഇതൊരു വചനമാണ്. ഡെയിലി നമ്മൾ ഇമ്പ്രൂവ് ആയിക്കോട്ടെ. നമ്മള് എല്ലാം പെർഫെക്റ്റ് ആക്കി ചെയ്താല് അത് ആർട്ടെല്ലാം അങ്ങനെ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് എടുത്താണ്ട് നേരെ ഒട്ടിച്ചാ മതി. ഇതില് നമ്മളെ മറ്റേ അർത്ഥം നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞ വരില്ലേ. അതെ, നല്ല കളറ്. ഇതിന്റെ ഡൈവേഴ്സ് ഞങ്ങൾ കണ്ടിട്ടില്ല. നാളെ കാണാം, അല്ലെ മറ്റന്നാള് കാണാം. നാളെ കാണുമെന്നുള്ളതാണ്. ഇപ്പൊ കളിയൊക്കെ കണ്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ പിന്നെ നാളെ ഓഫീസ്. അർജന്റീന ജയിക്കോ സ്പെയിന് കപ്പെടുക്കോ എന്നുള്ളത് എക്സ്ട്രാ ടൈം കാണാം. അതെന്തായാലും ഉറപ്പല്ലേ, അർജന്റീന എടുക്കൂ. അത് കാണാം. നമ്മക്ക് ഇങ്ങനെ ഒരാള് വിശ്വസിച്ചാണ്ട് എന്നാ ഇവിടെ വരച്ചോന്ന് പറയുമ്പോ തന്നെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തേക്കാണ് നമ്മൾ വരക്കുക. അല്ല നമുക്ക് പേടി ഇതിപ്പോ വരച്ചാ തെറ്റോ എന്നുള്ളതെന്നല്ല, ആ ഒരു ഇതുണ്ടല്ലോ, അതിന്റെ പുറത്ത് വരക്കണാണ് ഇതൊക്കെ. കളേഴ്സിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ പ്ലാനിങ് തുടങ്ങി. പിന്നെ അതിന്റെ മിക്സിങ് എങ്ങനെയാണ്, റേഷ്യോ എങ്ങനെയാണ്, അതൊക്കെ പിന്നെ ഐഡിയ ഉള്ളതുകൊണ്ട് എല്ലാരും കൂടെ ഉണ്ടായതുകൊണ്ട് അത് നമുക്കൊരു ഹെൽപ്പാണ്. എല്ലാരും കൂടെ ഉണ്ടാവുമ്പോ നമ്മ പെട്ടെന്ന് പരിപാടി തീർക്കാലോ. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അത്യാവശ്യം വരക്കുന്ന ആളാണ് താത്ത, ജിയാദ്, എല്ലാരും. ഇവിടുത്തെ സ്പേസ് ഉണ്ടല്ലോ, ആ മരത്തിന്റെ ഇതിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ നൈസിൽ ഒരു ടെക്സ്റ്റ് പ്ലേസ് ചെയ്താലോ എന്നുണ്ട്. ഒരു മോട്ടിവേഷൻ കോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ സാധനം അതെന്താന്ന് കൊടുക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യിക്കാം. അത് കൊടുക്കണോ വേണ്ട എന്നുള്ളത് ആദ്യത്തത്. കൊടുക്കണം എന്നുണ്ടെ എന്ത് കൊടുക്കും എന്നുള്ളത് കമന്റില്. 7 മിനിറ്റ് ഇപ്പൊ തന്നെ എക്സ്ട്രാ ടൈം. ലാസ്റ്റ് വെച്ച് സ്പെയിനിന് ഒരു ഫ്രീ കിക്ക് കിട്ടി. ഇത് ഗോളായ സ്പെയിൻ ജയിച്ചു, അല്ലെങ്കിൽ അർജന്റീന എങ്ങനെയും ജയിക്കും. സോ വി ആർ സൈനിങ് ഓഫ്. It's 2:46 ബാക്കി AM. We are signing off. ബാക്കി കളി കാണണം. ബൈ ഉറങ്ങണം.